ഹൈ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, പ്രീവിയസ് ഡേ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സും അതേപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. സോ നമ്മൾ എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു കണ്ടീഷനെ ബേസ് ചെയ്ത് നമ്മളെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഈഫ്, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈഫ് എൽസ്, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഈഫ് എൽഫ് എൽസ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഈഫ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ പറയുന്ന ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിൽ മാത്രം, ഓക്കെ, ട്രൂ ആകുമ്പോൾ മാത്രം നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഈഫിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഈഫ് കണ്ടീഷൻ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് എന്താണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ സ്റ്റേറ്റ്മെന്റ്സ് അത് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് നമ്മൾ ഈഫിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൽസ് എന്ന് പറയുന്നത് എന്താണ്? ഈഫ് എൽസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഈഫ് എൽസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പം മാത്രമേ ഈഫിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. എന്നാൽ നമുക്ക് അങ്ങനെയല്ല, ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പം കണ്ടീഷൻ ഫോൾസ് ആവുന്ന സമയത്തും എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ എന്ത് വർക്കാവില്ല, ഒന്നും വർക്കാവില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രം ഔട്ട്പുട്ട് കിട്ടുന്നു. അല്ലാത്ത സമയത്ത് നമുക്ക് അവിടെ നമ്മൾ കൊടുത്ത കണ്ടീഷൻ റോങ് ആണോ റൈറ്റ് ആണോ എന്തെങ്കിലും ഒരു റെസ്പോൺസ് വേണം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈഫ് എൽസ് എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈഫ് എൽസിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ്, ദെൻ എൽസിനകത്ത് ഫോൾസ് ആയിട്ടുള്ള എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് ആ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എന്താണോ സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ എന്തിനകത്ത് വർക്ക് ചെയ്യുന്നത്, എൽസിനകത്ത് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത്, ഇപ്പൊ ഈഫിലാണെങ്കിലും ഒരു കണ്ടീഷനേ ഉള്ളൂ, ഈ ഫെൽസിലാണെങ്കിലും ഒരു കണ്ടീഷനുള്ളൂ. നമുക്ക് ചില സിറ്റുവേഷനിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ടാവും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എല്ലീഫ് എന്നുള്ള കൺസെപ്റ്റ്. അതായത് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് വരുന്ന സമയത്ത് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈഫ് എൽസ് എല്ലീഫ് എൽസ് എന്നുള്ളത്. ഓക്കെ, അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഈഫ് എന്താണോ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എന്താണോ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ആ സ്റ്റേറ്റ്മെന്റ്, ദെൻ എല്ലീഫിനകത്ത് നമ്മുടെ അടുത്ത കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ്. സോ നെക്സ്റ്റ് വൺ, അങ്ങനെ നമുക്ക് എന്ത് കൊടുക്കാം, എല്ലീഫിനകത്ത് കണ്ടീഷൻ എൻ വരേക്കും കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യുക. അതായത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എല്ലീഫ് എന്നുള്ളൊരു കണ്ടീഷൻ. നമ്മൾ ഈ കൊടുത്ത എല്ലാ കണ്ടീഷൻസും റോങ് ആണെങ്കിൽ നമുക്ക് എന്ത് വർക്ക് ചെയ്യും, എൽസ് ബ്ലോക്ക് വർക്ക് ചെയ്യും. സോ ഇതാണ് നമുക്ക് എന്തിനകത്തുള്ളത്, എല്ലീഫിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യം കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ സിന്റാക്സ് പറഞ്ഞു, ഇനി നമുക്ക് ഇത് ഓരോന്നൊന്ന് ജസ്റ്റ് ചെയ്തു നോക്കാം. ഓക്കെ, ഇതിനകത്ത് ഓരോന്നും ജസ്റ്റ് ഫയൽ ഒന്ന് സേവ് ചെയ്യാം. നമ്മളെ ലൊക്കേഷൻ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നമ്മളെ ലൊക്കേഷൻ എവിടെയാണോ ഉള്ളത് അതിനകത്ത് ടൈപ്പ് ചെയ്തിട്ട് പോവാം. സാമ്പിൾ കൺട്രോൾ ഡോട്ട് പി വൈ എന്ന് പറഞ്ഞാൽ ഞാനൊരു സാമ്പിൾ സ്റ്റേറ്റ്മെന്റ് പോലെ ഇത് വർക്ക് ചെയ്യാണ്. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാനുള്ള എന്താണ്, ഈഫിന്റെ കണ്ടീഷൻ ആണ്. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് നമ്മൾ ഒരു ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ എന്താണ്, ഓഡ് നമ്പർ ആണോ, അതായത് ഓഡ് നമ്പർ. ഓക്കെ, അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അതായത് കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രം നമുക്ക് റെസ്പോൺസ്. സോ എന്ത് കൊടുക്കുന്നു, ഈഫ് ആദ്യം നമുക്ക് എന്ത് വേണം, യൂസറിന്റെ കയ്യിൽ നിന്ന് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യണം. സോ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ ദ നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സോ നമ്മൾ നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു. തന്നെ അതിനുശേഷം എന്ത് ചെയ്യണം, നെക്സ്റ്റ് കണ്ടീഷനിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കണം. ഈഫ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു നമ്പർ ഓഡ് ആണോ ഈവൺ, ഓഡ് നമ്പർ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്,
നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പറിന്റെ റിമൈൻഡർ 0 അല്ലാത്ത കേസിൽ, അതായത് റിമൈൻഡർ വേറെ ഏതെങ്കിലും ആണെങ്കിൽ അത് എന്തായിരിക്കും, ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. സോ അത് നമ്മൾ ചെക്ക് ചെയ്യുക. n-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിമൈൻഡർ 0 അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് എന്തായിരിക്കും, ഓഡ് നമ്പർ ആയിരിക്കും. സോ നമ്മൾ എന്ത് കൊടുക്കുന്നു, പ്രിന്റ് യെസ് ദ നമ്പർ ഈസ് ഓഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും കൊടുത്ത് ഞാൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സേവ് ചെയ്യുന്നു. ഞാനിവിടെ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാണ്, 34 ഇൻപുട്ട് ചെയ്യുന്നു. കണ്ടു, 34 ഇൻപുട്ട് ചെയ്യുന്ന കേസ് എനിക്ക് ഒരു ഔട്ട്പുട്ടും ഇല്ല. അതായത് 34 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഈവൻ നമ്പർ ആണ്. സോ നമുക്ക് എന്തില്ല, ഔട്ട്പുട്ട് ഇല്ല. ഞാൻ തിരിച്ചു വന്ന് വീണ്ടും പ്രോഗ്രാം റൺ ചെയ്യാം. അവിടെ ഞാൻ 3 ഇൻപുട്ട് ചെയ്യുമ്പോൾ എന്താണ്, യെസ് ദ നമ്പർ ഈസ് ഓഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആൻസർ വരുന്നു. ഓക്കെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണുള്ളത്, ഇതേപോലെ നമുക്ക് ഒരൊറ്റ ആൻസർ മാത്രം, അതായത് ട്രൂ ആവുന്ന കേസിൽ മാത്രം റെസ്പോൺസ് തരാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ഞാനൊന്ന് ഐഡിയലിൽ നിന്ന് ചേഞ്ച് ചെയ്ത് വിഷ്വൽ സ്റ്റുഡിയോയിലോട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കണ്ടീഷൻ ഫോൾസ് ആവുന്ന സമയത്ത്, അതായത് ജസ്റ്റ് ഫയലിൽ ഒന്ന് ഓട്ടോ സേവ് ഓപ്പൺ ചെയ്ത് വെക്കാം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഇഫ് എൽസ് ആണ്. അതായത് കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിലും ഫോൾസ് ആവുന്ന കേസിലും നമുക്ക് ഒരു ഔട്ട്പുട്ട് വേണം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇഫ് എൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, ഓഡ് ഓർ ഈവൺ. ഓക്കെ, നമ്മളിപ്പോ ഓഡ് നമ്പേഴ്സ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. നമ്മളിപ്പോ ഇനി ഓഡ് ഓർ ഈവൺ, അതായത് നമ്മളൊരു നമ്പർ ഇൻപുട്ട് ചെയ്താൽ അത് ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടണം, ഈവൺ നമ്പർ ആണെങ്കിൽ വേറൊരു ഔട്ട്പുട്ട് കിട്ടണം. അല്ലെങ്കിൽ മീൻസ് നമുക്ക് ആ ട്രൂ ഓർ ഫോൾസ് വാല്യൂ കാണാൻ പറ്റണം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, നേരത്തെ കൊടുത്ത അതേപോലെ തന്നെ യൂസറിന്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് എടുക്കുകയാണ്. ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ ദ നമ്പർ. ഓക്കെ, ഇൻപുട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കണ്ടീഷൻ കൊടുക്കുകയാണ്, ഇഫ് n mod 2 ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്, പ്രിന്റ്. നമുക്ക് എഫ് സ്ട്രിങ് ആയിട്ട് കൊടുക്കാം, അതായത് സ്ട്രിങ് തന്നെയാണ്, മീൻസ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ്, പക്ഷെ എഫ് സ്ട്രിങ് ആയിട്ട് കൊടുക്കുന്നു. അതായത് വാല്യൂ കൂടെ ഒരുമിച്ച് ഡിസ്പ്ലേ, ആ കോട്ടിന്റെ ഉള്ളിൽ തന്നെ സ്റ്റേറ്റ്മെന്റും വേരിയബിളിൽ കിടക്കുന്ന വാല്യൂ ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, എന്ത് കൊടുക്കുന്നു, തന്നെ. അതായത് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, n ആണ്, n ഈസ് ഈവൺ എന്നുള്ള ഒരു മെസ്സേജ് ഞാൻ കൊടുക്കുകയാണ്. ദെൻ ഓക്കെ, എൽസ് ആവുന്ന സമയത്ത് എന്ത് വരുന്നു, എൽസ് ബ്ലോക്കിനകത്ത് സെയിം സാധനം എന്ത് കൊടുക്കുന്നു, പ്രിന്റ് എഫ് കോഡ്സിനകത്ത് എന്താണ്, നമ്പർ. അതായത് n എന്ന് പറയുന്നത് എന്താണ്, n ഈസ് ഓഡ്. ഇതാണ് നമുക്ക് വരാനുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഇത്രയും കൊടുത്തു. ഇനി ഞാൻ റൺ ചെയ്ത് കാണിക്കാം. നമുക്ക് മുകളിൽ ഒരു ടെർമിനൽ ഓപ്ഷൻ ഉണ്ട്, ആ ടെർമിനലിൽ ക്ലിക്ക് ചെയ്യാം. സോ അപ്പൊ നമുക്ക് താഴത്തൊരു ഷെൽ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. നമുക്ക് പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറയുന്നത് py സ്പേസ് ഫയൽ നെയിം ഡോട്ട് py ആണ്. ഓക്കെ, നമ്മളിതിൽ എന്താണ് ഓക്കെ കൊടുത്തു. അപ്പൊ ഞാനിവിടെ ഒരു വാല്യൂ കൊടുക്കുകയാണ്, 23 എന്ന് കൊടുക്കുമ്പോൾ എന്താണ്, 23 ഈസ് ഓഡ്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ഞാൻ സെയിം പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്യാണ്. 2 കൊടുക്കുന്ന സമയത്ത് എന്താണ്, 2 ഈസ് ഈവൺ. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത്, ഓഡ് ഓർ ഈവൺ. ഓക്കെ, അതായത് അല്ലെങ്കിൽ ഈഫ് എൽസ് എന്ന് പറയുന്നത്, എൽസ് ബ്ലോക്കും കൂടെ നമുക്ക് വർക്ക് ചെയ്യാനുണ്ട്. അതായത് നമുക്ക് ഏത് നമ്പർ കൊടുക്കുന്ന സമയത്തും കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള ഒരു റെസ്പോൺസ് ആരുടെ സൈഡിൽ നിന്ന്, പ്രോഗ്രാമറിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇഫ് എൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എൽലീഫ് ആണ്. ഓക്കെ, എൽലീഫ് നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു യൂസ് ചെയ്യുന്നത് ഒരു മിനി കാൽക്കുലേറ്റർ. ഓക്കെ, ആ ഒരു ചെറിയൊരു കാൽക്കുലേറ്ററിന്റെ പ്രോസസ്സാണ്. അതായത് യൂസർ 1 എന്ന് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡിഷൻ നടക്കണം, 2 ആണെങ്കിൽ സബ്ട്രാക്ഷൻ, 3 മൾട്ടിപ്ലിക്കേഷൻ, 4 ഡിവിഷൻ, 5 എക്സ്പോണന്റ്. ഇത്രയും കാര്യങ്ങളെ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ. സോ അത്രയും കാര്യം വെച്ച് ഇതെല്ലാം നമുക്ക് ഒറ്റ പ്രോഗ്രാമിൽ ചെയ്യണം. നിങ്ങൾ സാധാരണ ചെയ്യാറ് എന്താണ്, നമ്മൾ ഒന്നുകിൽ അഡിഷൻ ചെയ്യും, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യും, അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യും, ഏതെങ്കിലും ഒരെണ്ണം. അങ്ങനെയല്ല, യൂസറിന്റെ ചോയ്സ് അനുസരിച്ച് നമുക്ക് അഡിഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്താണോ നമുക്ക് വേണ്ടതെന്നുള്ള റിക്വയർമെന്റ്സ് എടുത്തതിന് ശേഷം അത് ചെയ്യും. അതായത് അവിടെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുന്നുണ്ട്. അതായത് യൂസർ ഇപ്പം അഡിഷൻ ആണ് പറയുന്നതെങ്കിൽ നമുക്ക് അഡിഷനുള്ള പ്രോസസ്സ് ചെയ്യണം, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷനുള്ള പ്രോസസ്സ് ചെയ്യണം. സോ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കിനി നോക്കാം.
കാൽക്ക് ഡോട്ട് പി വൈ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പി വൈ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ ആദ്യം എന്ത് വേണം, എന്തൊക്കെ ചോയ്സ് ആണ് നമ്മളെ കയ്യിലുള്ളത് എന്നുള്ള കാര്യം യൂസർക്ക് കാണണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിന്റിനകത്ത് കൊടുക്കുകയാണ്. 1 എന്ന് പറയുമ്പോൾ എന്താണ്, ആഡ് ചെയ്യാനാണ്. then /n 2 എന്ന് പറയുന്നത് എന്താണ്, സബ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ്. then /n 3 എന്ന് പറയുന്നത് എന്താണ്, മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. then 4 എന്ന് പറയുന്നത് ഡിവിഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രയാണ് നമുക്കുള്ളത്. ഓക്കെ, ഇത്രയും ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്താ ഔട്ട്പുട്ട് എന്ന് നോക്കിയോ. നമുക്ക് കാൽക്കാണ്. ഇപ്പൊ എന്ത് വന്നു, 1 എന്ന് പറയുന്ന അഡിഷൻ ആണ്, 2 സബ്ട്രാക്ഷൻ ആണ്, 3 മൾട്ടിപ്ലിക്കേഷൻ ആണ്, 4 ഡിവിഷൻ ആണ്. ഇത്രയും കാര്യം ആർക്ക് കാണാൻ പറ്റി, യൂസർക്ക് കാണാൻ പറ്റി. ഇനി യൂസർ എന്ത് ചെയ്യണം, ചോയ്സ് ഇൻപുട്ട് ചെയ്യണം. ഓക്കെ, ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്, മോളിൽ കൊടുത്ത് ഏത് ചോയ്സ് ആണോ യൂസർക്ക് വേണ്ടത്. സോ ഞാൻ എന്ത് കൊടുക്കുന്നു, ഇന്റ് ഇൻപുട്ട് എന്റർ യുവർ ചോയ്സ്. ഓക്കെ, ഇന്റ് ഇൻപുട്ട് എന്റർ യുവർ ചോയ്സ് എന്ന് കൊടുക്കുക. അപ്പൊ യൂസർ എന്ത് പറയും, ഇതിൽ ഏതെങ്കിലും ഒരു ചോയ്സ് ചൂസ് ചെയ്യും. അങ്ങനെ യൂസർ തരുന്ന ചോയ്സ് 1 ആണെങ്കിൽ നമുക്ക് എന്ത് നടക്കണം, അഡിഷൻ നടക്കണം. ഓക്കെ, സോ നോക്കുക, ഇഫ് ചോയ്സ് ഈക്വൽ ടു 1, അതായത് യൂസർ ചോയ്സ് 1 ആണ് ഇൻപുട്ട് ചെയ്യുന്നെങ്കിൽ വേണം num1 ഈക്വൽ ടു ഇന്റ് ഇൻപുട്ട് എന്ത് കൊടുക്കും, ഫസ്റ്റ് നമ്പർ. ഓക്കെ, ഇൻപുട്ട് ഫസ്റ്റ് നമ്പർ എന്നൊക്കെ കൊടുക്കാം. then അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, num2 ഈക്വൽ ടു ഇന്റ് ഇൻപുട്ട് സെക്കൻഡ് നമ്പർ. ഓക്കെ, ഇന്റ് ഇൻപുട്ട് സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കാം. then തേർഡിൽ എന്ത് നടക്കണം, നമ്മളെ എന്താണോ റിസൾട്ട്, സോ റിസൾട്ട് ഈക്വൽ ടു എന്ത് വരും, num1 പ്ലസ് num2. ഓക്കെ, അതായത് അഡിഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ നമ്മളെ പ്രോസസ്, രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യുന്നു. then അതിനകത്ത് ഫസ്റ്റ് 1 എന്നുള്ള അഡിഷൻ ആണ്, സോ നമ്മൾ എന്ത് കൊടുക്കുന്നു, പ്ലസ് ഓപ്പറേറ്റർ കൊടുക്കുന്നു. then പുറത്ത് ചോയ്സ് കഴിഞ്ഞതിന് ശേഷം പ്രിന്റ് the result is എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് വരുന്നു, ആ റിസൾട്ടിൽ കിടക്കുന്ന വാല്യൂവിന് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു. സോ റിസൾട്ട്. ഇത്രയും കൂടെ ഞാൻ ജസ്റ്റ് സേവ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം മാത്രം, ഇപ്പൊ നമുക്ക് അഡിഷൻ മാത്രമേ വെക്കാത്തുള്ളൂ. നമുക്ക് നോക്കാം എന്ത് പറയുന്നു, നമ്മളെ ചോയ്സ് പറയുന്നു. ഞാൻ അവിടെ രണ്ട് നമ്പേഴ്സ് കൊടുക്കുകയാണ്, 12ഉം 1ഉം കൊടുത്തു. 12 + 1 13 എന്നുള്ള ആൻസർ വന്നു. സോ ഇത് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ്ലി ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. സോ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എല്ലീഫ്. ഓക്കെ, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലീഫിനകത്ത് എന്താണ്, ചോയ്സ് 2 ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കണം, n1 മൈനസ് എന്തായിരിക്കണം, n2, അല്ലെങ്കിൽ num1 മൈനസ് num2 ആയിരിക്കണം. then നെക്സ്റ്റ് ഓപ്ഷൻ 3 ആണെങ്കിൽ, ഓക്കെ, അതായത് എല്ലീഫ് ഓപ്ഷൻ 3 ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കണം, n1 ഇൻറ്റു അല്ലെങ്കിൽ num1 ഇൻറ്റു num2 നടക്കണം. സോ നമ്മൾ എന്ത് കൊടുക്കും, നമ്മൾക്ക് ഇവിടെ ചേഞ്ച് ആവുന്ന എന്താണ്, ഓപ്പറേറ്റർ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ചോയ്സ് 4 ആവുന്ന സമയത്ത്, ചോയ്സ് 4 ആണെങ്കിൽ നമുക്ക് എന്താണ്, രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് നമ്പർ ബൈ സെക്കൻഡ് നമ്പർ ചെയ്യുന്നു. ഇതൊന്നും അല്ലെങ്കിൽ എൽസ് എന്ത് വർക്ക് ചെയ്യും, പ്രിന്റ് ഇൻവാലിഡ് ഇൻപുട്സ്. അതായത് വേറെ എന്തെങ്കിലും, അതായത് 1 to 4ന്റെ ഉള്ളിൽ അല്ലാത്ത വേറെ ഏതെങ്കിലും നമ്പറിലാണ് യൂസർ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വരണം, ഇൻവാലിഡ് ഓപ്ഷൻ വരണം. സോ ഞാൻ ആദ്യം 8 എന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ചെയ്യാം. അപ്പൊ കണ്ടോ, റിസൾട്ട് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയും. അത് നോക്കണ്ട, കാരണം എന്താണ്, നമുക്ക് ആ ഒരു ഇൻവാലിഡ് ഇൻപുട്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഇല്ലാത്തൊരു കാര്യം ഇവിടെ കൊടുത്തോണ്ടാണ് ആ എറർ വന്നേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 1 ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, രണ്ട് നമ്പേഴ്സ് ചോദിക്കുന്നു, 12ഉം 5ഉം കൊടുക്കുന്നു. നമുക്ക് 17 എന്നുള്ള ആൻസർ വന്നു. ഞാൻ വീണ്ടും പ്രോഗ്രാം റൺ ചെയ്യുന്നു, 3 എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. 3 എന്ന് പറയുന്നത് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 12ഉം 2ഉം കൊടുക്കുകയാണ്, 24 എന്നുള്ള ആൻസർ. ഇതാണ് നമുക്ക് എന്തിനകത്ത് പഠിക്കാനുള്ളത്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് പഠിക്കാനുള്ള 3 കാര്യങ്ങൾ. ഈഫ് എൽസ്, എല്ലീഫ് എൽസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് നോക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്തുണ്ട്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് പഠിക്കാൻ പോകാനുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ ആകെ നോക്കിയേക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അതായത് എങ്ങനെയാണ് നമ്മളെ പ്രോഗ്രാം വർക്ക് ആവുന്നത്. ഒരു
ഫ്ലോനെ വെച്ചിട്ട്, അതായത് നമ്മളൊരു കൊടുക്കുന്ന പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവും, ആ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ പ്രോഗ്രാം എന്താവുന്നത്, എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് എന്തിനകത്ത്, കൺട്രോൾ സ്ട്രക്ചേഴ്സിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, കൺട്രോൾ സ്ട്രക്ചറിനകത്ത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഇനി നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് നോക്കാം.